ഞങ്ങൾ കാലത്ത് ജോലിക്ക് പോയതിന് ശേഷമാണ് ഈ സംഭവം ഒരു അയൽവക്കത്തുനിന്ന് ആര് വിളിച്ച് പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ഓണാക്കി കിടക്കണമായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആവണമെന്ന് വിചാരിക്കുന്നു. കാരണം വയറിങ്ങൊക്കെ പഴയ സംഭവങ്ങളല്ല. നമ്മളിത് 10-30 വർഷത്തിന് മേലെ പഴക്കമുള്ള വീട്. അതിൻ്റെ പേരിൽ വയറിങ്ങൊക്കെ ഇടയ്ക്ക് കംപ്ലൈൻറ്റ് ഉള്ളതാണ്, സ്വിച്ചുകൾ കംപ്ലൈൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഞങ്ങളൊന്ന് റിപ്പയർ ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നടക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൽ വേറെ ഇതായിട്ട് തോന്നണമെന്നില്ല. വീട്ടിൽ ഞങ്ങൾ 1, 2, 3, 4, 5 മുറികളുണ്ട്. പിന്നെ അടുക്കള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കാലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഭക്ഷണം കഴിഞ്ഞ് ഞാൻ 8:30 ജോലിക്ക് പോയി. ആളും 9 മണിയായപ്പോൾ ജോലിക്ക് ഇറങ്ങി. അപ്പോൾ 10 മണിയായപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇന്നൊരു വീടിന് തീ പിടിച്ച്. അപ്പോൾ സൈഡിൽ കാറ് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാരെ കൂടി ഉന്തി തള്ളി മാറ്റി. പിന്നെ നാട്ടുകാരൊക്കെ ഒന്ന് സഹായിച്ച് എല്ലാവരും ഫയർഫോഴ്സ് വന്ന്, പോലീസ് വന്ന്. ആ റൂമിലെല്ലാം കംപ്ലീറ്റ് സാധനം നശിച്ചു. ഒരു സാധനം ഇല്ലാത്തവരും പോയി. ഇപ്പം ഞാൻ ഇട്ടേക്കണ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇനിയിപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുട്ടികൾ ഇപ്പോൾ എല്ലാം പോയി. പഠനം പോയി. കൊച്ചുങ്ങൾ സ്കൂളിൽ കൊണ്ടുപോയിക്കണ ബുക്കുകൾ മാത്രമുള്ള അവരുടെ കയ്യിൽ. ബാക്കിയൊക്കെ പോയി. പിന്നെ ഒരാൾ സ്കൂളിൽ പോയിക്കണേന്ന്, ഒരാൾ 2 പേര് സ്കൂളിൽ പോയിക്കണേന്ന്. അങ്ങനെ ഒരാൾ കാലത്ത് ഇവിടുന്ന് പോണത്. ഞങ്ങൾക്ക് അത് തറന്നു ഈ നേരം നേരെ കിടന്നു പേടിക്കില്ല. ടോർച്ച് വേണോ? വേണ്ടല്ല, ടോർച്ച് വേണം. 3 വശം തട്ടുണ്ടായിരുന്നു, തട്ടൊക്കെ പോയി. ഒരു വീട്ടുകാരെല്ലാം ആരുമില്ല. എന്നാലും എൻ്റെ കട, എനിക്ക് പലചരക്കട പള്ളിയുടെ അടുത്ത് കടയിലാണ്, റേഷൻ കടയിൽ നിന്ന് വിളിക്കും. ഞാൻ ഒന്ന് കൊടുക്കുന്നതാണ്. തുണികളും എടുക്കണം. തുണികളുടെ മറ്റേ തീ മാറില്ല. അങ്ങനെ നിൽക്കുന്നില്ലേ? എല്ലാവർക്കും നമസ്കാരം. ദുരന്തങ്ങൾ ഏത് സമയത്തും നമ്മുടെ മുന്നിലേക്ക് ഒരു കളനെ പോലെ വരാം. അത് പ്രളയമായിക്കോട്ടെ, തീപിടുത്തമായിക്കോട്ടെ, മറ്റേത് ദുരന്തം, ഉരുൾപൊട്ടൽ, എന്തുമായിക്കോട്ടെ. ഒരു വീട്ടിലേക്ക് ഒരു ദുരന്തം വന്ന് കയറി കഴിഞ്ഞാലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ തീപിടുത്തം പോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പല സമയത്തും നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ, എത്രയോ കഠിനാധ്വാനം കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ്സിലല്ലേ ഒരു വീട് പണിയുള്ളൂ. അങ്ങനെയൊക്കെ പണിത അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ വീട്, അതിലേക്കൊക്കെ തീ വന്ന് കയറി തീകോളമായി വീടിനെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു സ്ഥിതി. അങ്ങനെ ഒരു സംഭവം ആളൂർ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് കാൽവരിക്കുന്നിൽ അച്ചാൻ്റെ വീട്ടിൽ വർഗീസ് മകൾ സിൻസി, ആ വീട്ടമ്മയുടെ വീട്ടിലാണ് ഇന്ന് ഈ അപകടം വന്നത്. ഏകദേശം 10:00 കൂടിയാണ്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സിൻസി എന്ന് പറയുന്ന വീട്ടമ്മ വെള്ളാഞ്ചിറ പള്ളിയുടെ അടുത്ത് റേഷൻ കട നടത്തുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഭർത്താവ് ഷൈജു വെൽഡറാണ്. അദ്ദേഹം പണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. 2 മക്കളുണ്ട്, അവർ സ്കൂളിലേക്ക് പോയി. ഈ സമയത്താണ് ഈ വീടിന് തീ പിടിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ ഏകദേശം 5ഓളം മുറികളുണ്ട്. ഷീറ്റിട്ട വീട്. ആ വീടിൻ്റെ ഉള്ളിലുള്ള സകല സാധനങ്ങളും ഈ തീ വിഴുങ്ങി. ഷോർട്ട് സർക്യൂട്ട് ആവാൻ ആണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 മുറികളിലെയും സാധനങ്ങൾ ഒന്നും അവശേഷിക്കാതെ നശിച്ചു. ആ കുട്ടികളുടെ പുസ്തകങ്ങൾ, മുറിയിലിരുന്ന പുസ്തകങ്ങളൊക്കെ തീ പിടിച്ചു. അതുപോലെ തന്നെ ഇവരുടെ വസ്ത്രങ്ങൾ, ഒരു വസ്ത്രം പോലും ഇല്ലാതെ മുഴുവനായിട്ട് തീ പിടിച്ചു. ഇപ്പോൾ ആ വീട്ടിലുള്ളവരുടെ ദേഹത്തുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുട്ടികളുടെ കയ്യിൽ ഇപ്പോഴുള്ള പുസ്തകങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചു. എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ അടുപ്പിക്കുന്നത് പല പല കാലയളവുകൾ കൊണ്ടായിരിക്കും. നമ്മുടെ അധ്വാനത്തിൻ്റെ ഓരോ ഓഹരിയും കിട്ടുമ്പോൾ പല കാലയളവുകൾക്കുള്ളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് സമാഹരിച്ച സാധനങ്ങളുണ്ടാവും. അതാണ് ഈ ദുരന്തം വിഴുങ്ങി കൊണ്ടുപോകുന്നത്. പ്രളയം വന്നു കയറിയ വീടിൻ്റെ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ തീ പിടിച്ച വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ സിൻസി എന്ന് പറയുന്ന വീട്ടമ്മയുടെ ഒരവസ്ഥ.
തങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വീട് തീഗോളങ്ങൾ വിഴുങ്ങി അതൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആ വീട്ടമ്മയെ അവിടെ കാണുന്നത്. ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ വന്ന് തീ കെടുത്തിയെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനം, ഫർണിച്ചറുകളടക്കം, ഫ്രിഡ്ജ്, TV, എല്ലാ സാധനങ്ങളും നശിച്ചു. ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതെങ്കിലുമൊക്കെ മുറികൾ ബാക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നശിച്ച ഒരവസ്ഥയാണ് ആളൂർ ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിലെ കാലൂരിക്കുന്ന അച്ചാണ്ടി വീട്ടിൽ സംഭവിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഷോർട്ട് സർക്യൂട്ടുകൾ പല വീടുകളെയും ഇതുപോലെ തന്നെ അഗ്നിക്കിരയാക്കുന്നുണ്ട്. നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ടുകളുടെ ചില സിംറ്റംസ് കുറച്ച് നാൾ മുന്നേ കാണാം. അതായത് നമ്മൾ ഈ പ്ലഗിലൊക്കെ നമ്മുടെ ചാർജിങ് സംവിധാനങ്ങൾ വെച്ച് മൊബൈൽ ഫോൺ മറ്റേതെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അമിതമായിട്ട് ചൂടാവുന്നൊരു സ്ഥിതി കാണാം. ഈ അർത്തിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം. അതോടൊപ്പം തന്നെ പലപ്പോഴും ഡ്രിപ്പായി പോകുന്ന സംഭവങ്ങൾ കാണാം. അല്ലെങ്കിൽ നമ്മുടെ ESLV ഡ്രിപ്പ് ആവാണ്ട് നേരിട്ട് മെയിൻ സ്വിച്ചിൽ ഫീസ് പൊട്ടി പോകുന്ന കാണാം. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് നമ്മുടെ വയർ സംവിധാനങ്ങളും വയറിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പരിശോധിക്കണം. അല്ലെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് ഈ വീട് അഗ്നിക്കിരയാവും. പിന്നെ നമുക്ക് കരയാനേ സാധിക്കുകയുള്ളൂ. എന്തായിരുന്നാലും ഈ കുടുംബത്തെ നമുക്ക് ചേർത്ത് നിർത്താം. അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രമാണ്. പക്ഷേ നമുക്ക് അവരെ സഹായിക്കാൻ, നമുക്ക് അവരെ ചേർത്ത് നിർത്തണം. ആ ഗൃഹനാഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വീട് അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി അത് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഷീറ്റിട്ട വീടിൻ്റെ ഉള്ളിൽ എല്ലാ മുറികളും എല്ലാ സാധനങ്ങളും ഒന്നും അവശേഷിക്കാതെ തീ വിഴുങ്ങി മുഴുവനായിട്ട് നശിക്കപ്പെട്ടിരിക്കുന്നു അച്ചാൻ്റെ വീട്. തീർച്ചയായിട്ടും അവരുടെ ഈ ദുഃഖത്തിൽ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ വീട്ടമ്മയായിട്ടുള്ള സിൻസി എന്ന് പറയുന്ന റേഷൻ നടത്തുന്ന വീട്ടമ്മയുടെ ആ അവസ്ഥ ഇരിക്കുന്ന ഇത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നി. ആ ഓരോ മുറികളിലേക്ക് നമ്മൾ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് കൈ ശരിക്കും പറയാൻ ഷിവറിങ്ങായിരുന്നു. കാരണം ഈ കുട്ടികളുടെ പുസ്തകത്താൾ, നോട്ട്ബുക്കുകളൊക്കെ കത്തി അവശേഷിക്കാണ്ടേ ഇങ്ങനെ അവരെ പൊട്ട് പോലെ കിടക്കുന്നത് കാണുമില്ലേ, വല്ലാത്ത വിഷമം തോന്നി. ദുരന്തങ്ങൾ ഒരാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടായിരിക്കില്ല വരിക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിംറ്റംസുകൾ ഉണ്ടെങ്കിൽ ഇലക്ട്രീഷ്യനെ കാണിക്കുക. നമ്മൾ ഈ പ്ലഗിലൊക്കെ ചാർജിങ് മറ്റ് സാധനങ്ങളൊക്കെ കുത്തിയിട്ട് പോരുന്നതും ശരിയല്ല. ഇതൊക്കെ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും. അതിപ്പോൾ പഴയ വയറിംഗ് ആയിരുന്നാലും പുതിയ വയറിംഗ് ആയിരുന്നാലും എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്തായിരുന്നാലും നമുക്ക് ആ കുടുംബത്തിനെ ചേർത്ത് നിർത്താമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ആ കുടുംബത്തിനുണ്ടായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.